സിനിമയുടെ സമസ്ത മേഖലകളിലും കൊടികുത്തി വാണു എന്ന് തന്നെ പറയാം. സിനിമയിൽ നിന്ന് അന്നത്തെ കാലത്ത് ലക്ഷങ്ങൾ സമ്പാദിച്ചു, ഒടുവിൽ ദരിദ്രനായി മടക്കം. പറയുന്നത് അടൂർ ബാസിയുടെ കഥയാണ്. മലയാള സിനിമയിൽ ഹാസ്യാഭിനയത്തിന് ഒരു പ്രാധാന്യം ഉണ്ടായത് അടൂർ ബാസിയുടെ കാലഘട്ടത്തിലാണ്. അടൂർ ബാസി ജനിച്ചത് അടൂരിൽ. പ്രശസ്ത സാഹിത്യകാരൻ EV കൃഷ്ണപിള്ളയുടെ പേരക്കുട്ടി. അദ്ദേഹത്തിന് ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടായിരുന്നു. അദ്ദേഹം സിനിമയിൽ എത്തുന്നത് നാടകത്തിലും പത്രപ്രവർത്തന രംഗത്തും ഒക്കെ പയറ്റി തെളിഞ്ഞ ശേഷം. സഖി മാസികയുടെ സബ് എഡിറ്ററായിരുന്നു അദ്ദേഹം. TN ഗോപിനാഥൻ നായരായിരുന്നു പ്രശസ്ത സാഹിത്യകാരനും നാടകാചാര്യനുമായ TN ഗോപിനാഥൻ നായരായിരുന്നു സഖി മാസികയുടെ പത്രാധിപർ. സഖി മാസിക ഒരു കാലത്ത് വളരെ പ്രശസ്തമായ പൈങ്കിളി മാസികകളിൽ ഒന്നായിരുന്നു. എന്തായാലും സഖി മാസികയുടെ പത്രാധിപരായി നാടകങ്ങളിൽ അഭിനയിച്ചു. പിന്നീട് അദ്ദേഹം തിരമാല എന്ന ചിത്രത്തിലൂടെ സിനിമയിലെത്തി. അദ്ദേഹത്തിന് ബ്രേക്കായി മാറിയത് സത്യൻ മാഷ് നായകനായി അഭിനയിച്ച മുടിയനായ പുത്രൻ എന്ന സിനിമ. മുടിയനായ പുത്രനിലൂടെ അദ്ദേഹം മലയാള സിനിമയിൽ ഹാസ്യാഭിനയത്തിൻ്റെ നവചാരുതയായി മാറി. പിന്നീട് അങ്ങോട്ട് ബാസിയെ കേന്ദ്രമാക്കി ഹാസ്യ കഥാപാത്രമാക്കി ഒരുപാട് സിനിമകൾ. ഒരു കാലത്ത് നസീർ ബാസി ടീം മലയാളത്തിലെ ഹാസ്യ രംഗങ്ങളുടെ തലതൊട്ടപ്പന്മാരായിരുന്നു. പ്രത്യേകിച്ചും കണ്ണപ്പനുണ്ണി, ആരോമലുണ്ണി തുടങ്ങിയ കുറേ വടക്കൻ പാട്ടുകൾ അന്ന് ഉദയയും നവോദയയും ഒക്കെ ഇറക്കി. ഉദയയും മെർലാൻഡും ഒക്കെ വടക്കൻ പാട്ടുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച കാലം. പ്രത്യേകിച്ചും ഉദയ. അതിൽ നസീർ മുത്ത് തകർപ്പൻ അഭിനയമാണ് അടൂർ ബാസി കാഴ്ചവെച്ചത്. അരക്കള്ളൻ, മുക്കാക്കള്ളൻ തുടങ്ങിയ ചിത്രത്തിലൊക്കെ നസീറുമായി നായകതുല്യ വേഷം. പ്രസാദം എന്ന ചിത്രത്തിൽ ആക്ഷൻ ഹീറോ, നസീർ റൊമാൻറ്റിക് കാമുകനും ബാസി ആക്ഷൻ ഹീറോയും. അതൊക്കെയായിരുന്നു അന്നത്തെ അടൂർ ബാസിയുടെ താരമൂല്യം. ഒന്ന് ആലോചിച്ച് നോക്കുക, പ്രേം നസീർ വെറും റൊമാൻറ്റിക് നായകൻ, അടൂർ ബാസി ആക്ഷൻ ഹീറോ. ചിന്തിക്കാൻ പോലും പറ്റില്ല. പക്ഷേ അത്രയ്ക്ക് താരമൂല്യമായിരുന്നു അദ്ദേഹത്തിന്. ബാസി ബഹദൂർ ടീമും ശ്രദ്ധേയമായിരുന്നു. ബാസിയും ബഹദൂറും ചേർന്ന് മലയാള സിനിമാ പ്രേക്ഷകരെ പൊട്ടിച്ചിരിപ്പിച്ചത് ഒക്കെ ശ്രദ്ധേയം. എന്തായാലും അടൂർ ബാസിക്ക് കാലം മാറിയപ്പോൾ മാറി നിൽക്കേണ്ടി വന്നു. ജഗതി ശ്രീകുമാറും മാള അരവിന്ദനും BD രാജപ്പനും ഒക്കെ അരങ്ങ് തിമിർത്തപ്പോൾ അടൂർ ബാസിക്ക് വേഷങ്ങൾ കിട്ടാതായി വന്ന ഒരു സാഹചര്യം ഉണ്ടായി. സിനിമയിൽ നിന്ന് സമ്പാദിച്ചതൊക്കെ അദ്ദേഹം വളരെ ആർത്തുല്ലസിച്ച് ജീവിച്ചില്ലെങ്കിലും അദ്ദേഹത്തിന് ചില വീക്ക്നെസ്സുകൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും സ്ത്രീകൾ അടൂർ ബാസിയുടെ വീക്ക്നെസ് ആയിരുന്നു. KPS ലളിത ഇക്കാര്യം തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഒരു കാലത്ത് അടൂർ ബാസി KPS ലളിതയെ പ്രാപിക്കാൻ നടത്തിയ ശ്രമങ്ങൾ, അതിന് KPS ലളിത വഴങ്ങാത്തതുകൊണ്ട് അവർക്ക് അനുഭവിക്കേണ്ടി വന്ന യാതനകൾ, സ്ത്രീകളുടെ കാര്യത്തിൽ ധൂർത്തനായിരുന്നുവെങ്കിലും പണത്തിൻ്റെ കാര്യത്തിൽ പിശുക്കനായിരുന്നു അടൂർ ബാസി. കബീർ പൊന്നമ്മ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞത്, ആ സ്വർണ്ണാഭരണങ്ങൾ അണിഞ്ഞ് പണത്തിന്മേൽ കിടന്നുരുളുമായിരുന്നു അടൂർ ബാസി എന്നാണ്. ആ ഇൻ്റർവ്യൂവിൽ കബീർ പൊന്നമ്മ പറഞ്ഞ വാക്കുകൾക്ക് കുറച്ചൊക്കെ റിയാലിറ്റിയുമായി ചേർന്ന് നിൽക്കാൻ പ്രയാസമാണ്. പക്ഷേ അങ്ങനെയൊക്കെ ആയിരുന്നു അടൂർ ബാസി. ഏറ്റവും വില കുറഞ്ഞ മദ്യം മാത്രം കഴിക്കുന്ന അടൂർ ബാസി, പണത്തിൻ്റെ കാര്യത്തിൽ പിശുക്ക് കാണിക്കുന്ന അടൂർ ബാസി. പക്ഷേ അദ്ദേഹം വിവാഹിതനാകാൻ മറന്നുപോയി. വിവാഹിതനായാൽ ഭാര്യയ്ക്കും കൂടെ ചെലവിന് കൊടുക്കണമല്ലോ എന്നായിരുന്നു അക്കാലത്ത് പല പത്രപ്രവർത്തകരോടും ഇൻ്റർവ്യൂവിൽ അടൂർ ബാസി തമാശയായി പറഞ്ഞിരുന്നത്. പക്ഷേ ഒറ്റയ്ക്കുള്ള ജീവിതം അടൂർ ബാസിയെ തീരാ ദുരിതത്തിൽ എത്തിച്ചു. പ്രമേഹ രോഗിയായ അടൂർ ബാസിയുടെ വൃക്ക താറുമാറായി. വൃക്കരോഗം കലശലായപ്പോൾ
വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയാണ് മദ്രാസിലെ ആശുപത്രിയിലെ ഡോക്ടർമാർ നിർദ്ദേശിച്ചത്. വൃക്ക മാറ്റിവെക്കാൻ വേണ്ടി ഒരുപാട് പണം ചെലവാക്കി. അന്ന് വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ എന്ന് പറഞ്ഞാൽ അത്ര ചിലവേറിയ ശസ്ത്രക്രിയയാണ്. അതിനുവേണ്ടി ഒരുപാട് പണം അടൂർ ഭാസിക്ക് ചിലവഴിക്കേണ്ടി വന്നു. അവസാന കാലത്ത് അടൂർ ഭാസി ദരിദ്രനായിരുന്നു. അസുഖങ്ങളും അസുഖത്തിനുള്ള ചികിത്സകളും ഒക്കെയായി ധാരാളം പണം അദ്ദേഹം ചിലവഴിച്ചു. തനിക്ക് വൃക്കദാതാവായി വന്ന ആൾക്ക് തന്നെ ഒരുപാട് രൂപ കൊടുക്കേണ്ടി വന്നു. ശസ്ത്രക്രിയയ്ക്ക് ഒരുപാട് രൂപ ചെലവാക്കേണ്ടി വന്നു. പക്ഷേ ആരുടെ മുമ്പിലും കൈനീട്ടിയില്ല അടൂർ ഭാസി. അദ്ദേഹം ഒന്ന് കൈനീട്ടിയിരുന്നെങ്കിൽ എല്ലാവരും പണം കൊടുക്കുമായിരുന്നു. പക്ഷേ ആരുടെ മുമ്പിലും കൈനീട്ടാതെ അദ്ദേഹം 63-ാം വയസ്സിൽ കടന്നുപോയി. അടൂർ ഭാസി വെറുമൊരു ഹാസ്യനടൻ മാത്രമായിരുന്നില്ല. ചെറിയാച്ചൻ്റെ ക്രൂരകൃത്യങ്ങൾ, ചട്ടക്കാരി, ഏപ്രിൽ 18 എന്നീ ചിത്രങ്ങളിൽ അദ്ദേഹത്തിന് സംസ്ഥാന അവാർഡ് ലഭിച്ചു. ചെറിയാച്ചൻ്റെ ക്രൂരകൃത്യങ്ങൾ സംവിധാനം ചെയ്തത് ജോൺ അബ്രഹാം ആയിരുന്നു. ജോൺ അബ്രഹാമിൻ്റെ പ്രതിഭയുടെ ദൂർത്ത് തിരിച്ചറിഞ്ഞ ഒരു നടനായിരുന്നു അടൂർ ഭാസി. ചെറിയാച്ചൻ്റെ ക്രൂരകൃത്യങ്ങളുടെ സെറ്റിൽ ഒരു രസകരമായ സംഭവമുണ്ടായി. അടൂർ ഭാസിയെ പിടിച്ച് തെങ്ങിൻ്റെ മുകളിൽ കയറ്റി ജോൺ അബ്രഹാം. അതിനുശേഷം ജോൺ അബ്രഹാം കള്ളു കുടിക്കാൻ പോയി. കള്ളു കുടിച്ച് ജോൺ അബ്രഹാം തിരിച്ചെത്തുന്നതുവരെ അടൂർ ഭാസിക്ക് തെങ്ങിൻ്റെ മുകളിൽ ഇരിക്കേണ്ടി വന്നു. പക്ഷേ ആ ചിത്രത്തിലൂടെ അദ്ദേഹത്തിന് സംസ്ഥാന അവാർഡ് ലഭിച്ചു. നല്ല പ്രതിഭകളെ എപ്പോഴും അംഗീകരിച്ചിരുന്നു അദ്ദേഹം. അച്ചാരമമ്മണി ഓശാരമോമന എന്ന സൂപ്പർ ഹിറ്റ് ചിത്രം സംവിധാനം ചെയ്തതും അദ്ദേഹമാണ്. നസീറും ജയനുമായിരുന്നു ആ ചിത്രത്തിൽ നായകന്മാർ. ആ ചിത്രം ഹാസ്യരംഗത്ത് അഭിനയിക്കാൻ ജയന് കഴിയും എന്ന് തെളിയിച്ച ഒരു ചിത്രം കൂടിയായിരുന്നു. പ്രേംനസീറും ജയനും നന്നായി അഭിനയിച്ച ചിത്രം. ആ ചിത്രം സൂപ്പർ ഹിറ്റായിരുന്നു. ആദ്യപാഠമാണ് അദ്ദേഹം സംവിധാനം ചെയ്ത മറ്റൊരു ചിത്രം. അതും ശ്രദ്ധേയമായിരുന്നു. ചുരുക്കത്തിൽ സംവിധാന രംഗത്തും എഴുത്തിൻ്റെ രംഗത്തും ഗായകനായും അദ്ദേഹം പാടിയ പാട്ടുകളൊക്കെ തള്ളു 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 തല്ലിപ്പൊളി വണ്ടി, തള്ളു 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 തള്ളി കന്നാസ് വണ്ടി തുടങ്ങിയ പാട്ടുകളൊക്കെ ഇപ്പോഴും പ്രേക്ഷകർ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നു. ഒരു കാലത്തെ പ്രേക്ഷകരോട് ചോദിച്ചു കഴിഞ്ഞാൽ പറയും അടൂർ ഭാസിയുടെ താരമൂല്യം. ഒരു കാലത്തെ പ്രേക്ഷകർ അടൂർ ഭാസിയെ കാണിക്കുമ്പോൾ, അടൂർ ഭാസി സ്ക്രീനിൽ വരുമ്പോൾ തന്നെ പൊട്ടിച്ചിരിച്ചിരുന്നു. അടൂർ ഭാസി ഊണ് കഴിക്കുന്ന, ചോറുണ്ണുന്ന രീതി, അടൂർ ഭാസിയുടെ ശരീരഭാഷ ഒക്കെ ഒരു കാലത്തെ പ്രേക്ഷകരെ പൊട്ടിച്ചിരിപ്പിച്ചു. ജഗതി ശ്രീകുമാർ വരുന്നതുവരെ അടൂർ ഭാസിക്ക് എതിരില്ലായിരുന്നു. പിന്നീട് ജഗതി ശ്രീകുമാർ വന്നതോടുകൂടി, പുതിയ ഹാസ്യതാരങ്ങൾ ഉദയം ചെയ്തതോടുകൂടി അടൂർ ഭാസിക്ക് നല്ല ക്യാരക്ടർ റോളുകളിലേക്ക് മടങ്ങേണ്ടി വന്നു. എങ്കിലും അദ്ദേഹം അഭിനയിച്ച, പ്രത്യേകിച്ചും ഏപ്രിൽ 18 അഭിനയിച്ച ആ വേഷമൊക്കെ മറ്റാർക്കും ചെയ്യാൻ പറ്റില്ല. അത് അടൂർ ഭാസിക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന വേഷമാണ്. തകില് കൊട്ടാമ്പുറത്തിലെ ക്രൂരനായ അമ്മാവൻ, തന്ത്രങ്ങൾ അറിയാവുന്ന അമ്മാവൻ, അത് അടൂർ ഭാസിക്ക് മാത്രമേ ചെയ്യാൻ പറ്റൂ. എന്തായാലും സിനിമയിൽ നിന്ന് ലക്ഷങ്ങളുണ്ടാക്കി ഒടുവിൽ ദരിദ്രനായി മടക്കം. അതായിരുന്നു അടൂർ ഭാസിയുടെ ജീവിതം. അവിവാഹിതനായിരുന്നതിൽ അടൂർ ഭാസി അവസാന കാലത്ത് ഒരുപാട് പശ്ചാത്തപിച്ചിരുന്നു എന്നും കേൾക്കുന്നു.